അപ്പോൾ SKN40 കേരള യാത്രയ്ക്കിടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊല്ലപ്പെട്ട വന്ദനാദാസിന്റെ കോട്ടയം കുറപ്പന്തറയിലെ വീട് സന്ദർശിച്ച 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ. കേസ് അനന്തമായി നീളുന്നതിന്റെ ആശങ്കയിലാണ് ഇപ്പോഴും വന്ദനയുടെ മാതാപിതാക്കൾ. നിയമ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും SKN നൽകി. നമ്മളൊരു യാത്ര പോകുന്ന വഴിയാ. സന്തോഷം. നേരത്തെ വന്നപ്പോൾ ഈ മുറി ഞാൻ കയറിയില്ല. കാരണം 2023 5-ാം മാസം 10-ാം തീയതിയാണ് ഈ വന്ദന ഏറ്റവും വെളുപ്പിന് ആണ് കൊട്ടാരക്കര ഗവൺമെൻറ് ആശുപത്രിയിൽ അയാളുടെ പേര് സന്ദീപ് എന്നല്ലേ അമ്മേ അല്ലേ, അയാളുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ മോള് ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് വീട്ടിൽ വരും. ഇവർ ശരിക്കും മോള് പഠിക്കുന്ന സ്ഥലത്ത് പോയിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന രീതിയായിരുന്നു. മകളുടെ ചുറ്റും ഇവരെപ്പോഴും ഉണ്ടായിരുന്നു, ഈ അച്ഛനും അമ്മയും. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വിയോഗം ഒരു രീതിയിലും താങ്ങാൻ കഴിയില്ല. അമ്മ ഈ മകൾ മരിച്ചിട്ട് ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടും മോള് ഉപയോഗിച്ചിരുന്ന വാച്ചും പേനയും കണ്ണടയും എല്ലാ സാധനവും അതുപോലെ തന്നെ ഈ മുറിയിൽ സൂക്ഷിച്ച അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വല്ലാത്ത വിഷമമാണ് ഈ വീട്ടിനുള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങയുടെ ഒരു അഭിപ്രായം, യഥാർത്ഥത്തിലൊരു പ്രചാരവേല നടക്കുന്നുണ്ട്, ഇയാൾ ലഹരിയുടെ ഇതിലാണ് ഇതൊക്കെ ചെയ്തതെന്ന് അങ്ങനെ അങ്ങ് കരുതുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും അല്ല. അതായത് പോലീസിന്റെ ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് നടത്തിയിരുന്നത്. അവർ ആദ്യം തന്നെ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇവനെ റിപ്പോർട്ട് തേടിയിരുന്നു. അവർ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തതിനകത്ത് ഈ ലഹരിക്കൊന്നും അടിമപ്പെട്ട് ചെയ്തതാണെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടില്ല. ഏകദേശം 139ഓളം സാക്ഷികളുണ്ടെങ്കിൽ ഒരു 50 പേർക്കേ ഉള്ളൂ സമൻസ്. അതിൻ്റെ കാര്യമുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഒടുവിനായകൾ പറഞ്ഞത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയില്ലെങ്കിൽ നീതി കിട്ടണം. അതിന് ഏതറ്റം വരെയും ഞങ്ങളുടെ കഴിവനുസരിച്ച്, ഞങ്ങൾ സാധാരണക്കാരാണ്, കഴിവനുസരിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരുപാട് ഡിലേ ഉണ്ടായി ആ മകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞു ആ മകൾക്ക് ഒരുപാട് കൂട്ടുകാരികളുണ്ട്. ചില കൂട്ടുകാരികളൊക്കെ ഈ വീട്ടിൽ വരുന്നവരൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ കൂട്ടുകാരികളൊക്കെ ഇപ്പോഴെങ്കിലും മനസ്സ് തുറന്നിട്ടുണ്ടോ? എന്താ സംഭവിച്ചെന്ന് പറയാൻ? അവർക്ക് പോലീസിനെ പേടിയാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പലരും ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ വക്കീലിനെ കണ്ടിട്ടാണ് വരുന്നത്, ഇങ്ങനെ പറയാവൂ, ഞങ്ങൾക്ക് പ്രൊഫഷൻ വലുതല്ലേ, പിന്നെ നിങ്ങൾക്ക് ലൈഫുണ്ട്, അതുകൊണ്ട് ഇതിൽ കൂടുതൽ നിങ്ങൾ ഇന്റർഫിയർ ചെയ്യാൻ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരാൾ ഇവിടെ നേരിട്ട് വന്ന്, പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ആ കുഞ്ഞിവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരു യാത്രയില്ല, അതുപോലെ ഇങ്ങനെയുള്ള അക്രമം, കൊലപാതകം, അതുപോലെ ലഹരി ഉപയോഗം, മയക്കുമരുന്ന് ഇതിനെതിരായിട്ടുള്ള 24ന്റെ ഒരു യാത്രയാണ്. അത് തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് അവസാനിക്കും. അമ്മ പോലുള്ള ആൾക്കാരുടെ കണ്ണീരിന് കാരണമായിട്ടുള്ള അക്രമങ്ങൾ കേരളത്തിൽ പെരുകുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് നീതി കിട്ടണം. അമ്മ സമാധാനമായിട്ടിരിക്കാതെ നമുക്ക് പറയാനുള്ളൂ കേട്ടോ. ഞങ്ങൾ ഇറങ്ങാം. ഓക്കെ അമ്മ.